ഹലോ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് പെരക്കേട്ടല്ലേ സ്ഥലം? പെരക്കേട്ടവലെ ഒരു ഇളനീര് കടയുടെ മുന്നിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ അമ്പലം. അപ്പോൾ ഒരു ഇളനീര് കുടിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ, നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പെരക്കേട്ടവ് അമ്പലത്തിൻ്റെ അടുത്ത് നമ്മുടെ വേലാതേട്ടൻ്റെ കട, ഇളനീര് കട. നല്ല ഇളനീരാട്ടോ. ഞാൻ ഇടയ്ക്ക് വന്ന് കഴിക്കാറുള്ളതാണ്. നല്ല ഇളനീരാണ്. അപ്പോൾ വേലാതേട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. ചാനലിൽ ഹായ് പറഞ്ഞു കേട്ടോ. നമ്മളെ ലോട്ടറി ഒക്കെ എടുക്കുന്ന ചേട്ടൻ. എന്താ ചേട്ടൻ്റെ പേര്? രതീഷ് ചേട്ടൻ. അത് ഞാനൊരു സംശയം. നമ്മൾ എല്ലാ വർഷവും നമ്മളെ പേര് കേട്ട കാവശ്ശേരി പൂരം അല്ലേ ചേട്ടാ? കാവശ്ശേരി പൂരം പറയും. അപ്പോൾ ആ കാവശ്ശേരി പൂരത്തിന് നമ്മൾ എന്താ പറയുക, കാവശ്ശേരി പൂരം എന്ന് പറയും. നമ്മൾ പാലക്കാട് ജില്ലയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കാവശ്ശേരി പൂരം എന്ന് പറയുന്നത്? കാരണം കാവശ്ശേരി പൂരം അത് കഴിക്കുന്ന കാവശ്ശേരി പൂരം 3 ദേശം: കാവശ്ശേരി, കഴനി, പാവുള്ളിയാപുരം. കുതിരന്റെ നേരെ വരും പണം. ആദ്യം വരുന്നത് കാവശ്ശേരി പൂരത്തിന് വരുന്നത് പാവുള്ളിയുടെ കുതിരയിലാണ്. അല്ല, ഈ പൂരം എന്ന് പറയുന്നത് ആഘോഷ. അത് അമ്മയുടെ നാളാണ് പൂരം നാള്. അതുകൊണ്ടാണ് കാവശ്ശേരി പൂരം എന്ന് പറഞ്ഞത് പേരുകൾ. ഇനിയിപ്പോൾ പൂരത്തിന് പതിയൊന്നും ഇല്ലല്ലോ അല്ലേ? 10-30 ദിവസങ്ങൾ. മാർച്ച് 31 തീയതി. അപ്പോൾ ഞാൻ കാവശ്ശേരി പൂരത്തിൻ്റെ നമ്മുടെ വേറൊരു വീഡിയോയിൽ കാവശ്ശേരി പൂരമാണ് നമ്മളെ എല്ലാവരും വരികയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഈ പൂരം എന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ട്. അത് കറക്റ്റായിട്ടൊന്നും അറിയണമെന്നുണ്ടായിരുന്നു. അത് കാവശ്ശേരി പൂരം തന്നെ പറയും അല്ലേ രേഷേട്ടാ? അപ്പോൾ എല്ലാവരും പൂരത്തിന് വരിക അല്ലേ? കാവശ്ശേരി പൂരത്തിന് വെടിക്കെട്ട്, ഈട് അല്ലേ? അതെ അതെ അല്ലേ? അപ്പോൾ അതെ അല്ലേ? ഓക്കെ പറഞ്ഞു തന്നതിന് താങ്ക് യു. അപ്പോൾ ഓക്കെ അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ ചാനൽ ഹായ് പറഞ്ഞു. അപ്പോൾ ശരി. അപ്പോൾ എല്ലാവരും കാവശ്ശേരി പൂരത്തിന് വരും. ഇനി അധികം ദിവസമില്ല അല്ലേ? അപ്പോൾ ശരി. അപ്പോൾ എല്ലാം പൂരം കാണാൻ വരിക. അപ്പോൾ പൂരം കാണാൻ വരുമ്പോൾ നമ്മുടെ വേലാതേട്ടൻ്റെ കടയിൽ നിന്നിട്ട് ഒരു ഇളനീരും കുടിക്കുക. നല്ല ഇളനീരാണ് അല്ലേ? അപ്പോൾ ശരി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഓക്കെ ശരി.